അർജുൻ ആയങ്കിക്കായി പണം പിരിച്ച സഹോദരൻ അജയ് ആയങ്കിയെയും പോലീസ് പിടികൂടി. കേസ് നടത്തിപ്പിനായി 16,000 രൂപയാണ് സംഘം സമാഹരിച്ചത്. നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാൻ വന്ന ഗുണ്ടാ നേതാവിനെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി. സഹോദരൻ അഖിൽ ആയങ്കിയാണ് അനുജിനെ പിന്നീട് ജാമ്യത്തിലിറക്കിയത്. പറഞ്ഞ ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഉള്ളതാ അല്ല, കേസിൽ ഉണ്ടായാലല്ല മാധ്യമങ്ങൾ പെടുത്തിയതോ? സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ? നിങ്ങളെ ജോലിനെ മാനിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്റെ ബൈറ്റ് കിട്ടിയല്ലോ. ഇതിനാൾ ഇവനില്ലാത്തോണ്ടാ ഞാൻ വരെ അത് പറഞ്ഞുകൊണ്ടെന്ന കാര്യം. നിങ്ങൾ ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന ജോലി മര്യാദ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ ജോലി ഇത്രേ ഉള്ളൂ. ഉള്ള ജോലി മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മുഖം ഞാൻ പറഞ്ഞ അതേപോലെ വിശ്വസിച്ച് റിപ്പോർട്ട് ചെയ്യും. ഏഷ്യായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അനിയനെ പോസ്റ്റ് ഇട്ട് അല്ലേ? അതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ല. മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാൻ താല്പര്യം. നിങ്ങൾ മറ്റേ അറിയാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ഈ കേസിൽ ഇപ്പോൾ അർജുൻ ആയങ്കിക്ക് കൂട്ടായി നിന്നവരൊക്കെ നിരീക്ഷണത്തിലാണെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അവരെ പിടികൂടുമെന്നും വ്യക്തമാക്കിയത്. അത് ഈ കേസിൽ അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതടക്കം എല്ലാവരും ഇനി നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും. ഇതിൽ മറ്റൊന്ന്, ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ക്രൗഡ് ഫണ്ടിംഗ് നടന്നു എന്നുള്ളതാണ്. അതിൽ സഹോദരനെ ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതിനിടെ ഒരു ഗുണ്ടാ നേതാവ് വന്നു. എന്താണെന്നിപ്പോൾ അവിടെ സംഭവിച്ചത്? ശ്രുതി, നമ്മളിപ്പോൾ കേട്ട പ്രതികരണം അത് അർജുൻ ആയങ്കിയുടെ മൂത്ത സഹോദരനായ അഖിൽ ആയങ്കിയുടേതാണ്. ഇവരുടെ ഇളയ സഹോദരനായ അജയ് ആയങ്കിയെ ജാമ്യത്തിലെടുക്കാൻ നടക്കാവ് സ്റ്റേഷനിലേക്ക് എത്തിയതാണ് അഖിൽ ആയങ്കി. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നു, മാധ്യമങ്ങളാണ് തൻ്റെ സഹോദരനെ പെടുത്തിയത് എന്നുള്ളൊരു പ്രതികരണം കൂടി ഇപ്പോൾ അഖിൽ ആയങ്കിയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ ശ്രുതി ചോദിച്ചതുപോലെ തന്നെ എല്ലാവർക്കുമായി, അർജുൻ ആയങ്കിയുമായി ചേർന്നു നിൽക്കുന്ന എല്ലാവർക്കുമായി പോലീസ് നിരീക്ഷണം വ്യാപിപ്പിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരനായ അജയ് ആയങ്കിയെ ഇന്ന് പുലർച്ചയോടുകൂടി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പിടികൂടുന്നത്. ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ് അജയ് ആയങ്കി. ഇയാൾ ചെയ്ത കുറ്റം എന്നുള്ളത് ഒരു ക്രൗഡ് ഫണ്ടിംഗ് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റർ ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒന്ന് പ്രചരിച്ചിരുന്നു. അതിൽ പറയുന്നത് ഈ കേസ് നടത്തിപ്പിനായി പണം ആവശ്യമുണ്ട്, അതിനാൽ തന്നെ എല്ലാവരും സംഭാവനകൾ നൽകുക എന്നുള്ളതാണ്. ഒരു QR കോഡൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പണം പിരിക്കൽ നടന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരനായ അജയ് ആയങ്കിയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് 16,000 രൂപ ഈ ക്രൗഡ് ഫണ്ടിംഗ് വഴി ലഭിച്ചു എന്നുള്ള കാര്യം അജയ് ആയങ്കി പോലീസിനോട് പറയുന്നത്. അത് ഈ കേസിന്റെ നടത്തിപ്പിന് വേണ്ടി ഒരു സുഹൃത്തിന് കൈമാറിയെന്നും അജയ് ആയങ്കി പോലീസിന് മൊഴി നൽകിയിരുന്നു. അങ്ങനെ നടക്കാവ് പോലീസിൽ അജയ് ആയങ്കിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു ഗുണ്ടാ നേതാവ് അജയ് ആയങ്കിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി എത്തുന്നത്. ഈ ഗുണ്ടാ നേതാവ് എത്തുമ്പോൾ പോലീസ് അയാളുടെ പശ്ചാത്തലം പരിശോധിച്ചു. അപ്പോഴാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് ഇയാൾ വഴി ജാമ്യം നൽകുന്നത് പോലീസ് തടയുകയായിരുന്നു. അങ്ങനെയാണ് അഖിൽ ആയങ്കി തന്നെ, ഇവരുടെ മൂത്ത സഹോദരനായ അഖിൽ ആയങ്കി തന്നെ ജാമ്യം എടുക്കുന്നതിനായി നടക്കാവ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രുതി, ഈ ജാമ്യം എടുക്കാൻ വന്ന ഗുണ്ടാ നേതാവ് ഇപ്പോഴും നടക്കാവ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിലാണ് എന്നുള്ളതാണ്. അജയ് ആയങ്കിയെ നിലവിൽ ഏതായാലും വിട്ടയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അജയ് ആയങ്കിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയാണ് നിലവിൽ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏതായാലും അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളെല്ലാം തന്നെ പിടികൂടുകയാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കേസ് നടത്തിപ്പിനായി 16,000 രൂപയാണ് സംഘം സമാഹരിച്ചത്, സഹോദരനടക്കം എന്നുള്ളതാണ്. നടക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത അജയ് ആയങ്കിയെ പക്ഷേ ജാമ്യത്തിലിറക്കാൻ വന്നൊരു ഗുണ്ടാ നേതാവായിരുന്നു. ഈ ഗുണ്ടാ നേതാവ് ഇപ്പോൾ കരുതൽ തടങ്കലിലാണ്. വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത്.